നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസിയായ മകളെ കാണാൻ വേണ്ടി പോയ പിതാവ് UK-യിൽ മരണപ്പെട്ട വാർത്തയാണ് വന്നിരിക്കുന്നത്. വളരെ വേദന തോന്നുന്ന ഒരു വാർത്തയാണ്. കാരണം 5 വർഷമായി മകൾ നാട്ടിലേക്ക് വരുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് മകളെ കാണാൻ മകൾ വരാത്തത് കൊണ്ട് തന്നെ മകളെ തേടി അങ്ങോട്ട് പോകുന്ന ഒരു പിതാവിനെ നമ്മൾ കണ്ടത്. പക്ഷേ അദ്ദേഹം അവിടെ എത്തി തുടർന്ന് തന്നെ മരണപ്പെട്ടു എന്നുള്ളതാണ്. സ്റ്റോക്കോൺ ട്രസ്റ്റിനടുത്തുള്ള ചീഡിൽ എന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത്. അവിടെ മകളെയും മകളുടെ കുടുംബത്തെയും സന്ദർശിക്കാൻ വേണ്ടി പോയതായിരുന്നു എന്നാണ് വിവരം. മലയാളിയായിട്ടുള്ള അങ്കമാലി പാറക്കടവ് സ്വദേശി മോഹനൻ കുട്ടപ്പ മേനോനാണ് മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന് 67 വയസ്സായിരുന്നു. ഹൃദയാഘാതമാണ് അദ്ദേഹത്തിൻ്റെ മരണകാരണം എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം സ്റ്റോക്കോൺ ട്രസ്റ്റിൻ്റെ റോയൽ സ്റ്റോക്ക് ഹോസ്പിറ്റലിൽ ഇദ്ദേഹത്തെ എത്തിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തെ അവിടെ എത്തിക്കും മുമ്പ് തന്നെ അദ്ദേഹം മരണം സംഭവിച്ചു എന്നാണ് വിവരം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഭർത്താവിൻ്റെ രോഗാവസ്ഥയും മൂലമാണ് അദ്ദേഹത്തിൻ്റെ മകൾ കഴിഞ്ഞ 5 വർഷമായിട്ട് അവിടെ തന്നെ തുടർന്നിരുന്നത്. മോഹനൻ്റെ മകൾ രമ്യയ്ക്ക് നാട്ടിലേക്ക് പോകാൻ സാധിക്കാതെ വന്നിരുന്ന സാഹചര്യമായിരുന്നു. അങ്ങനെയാണ് മകളെ കാണാൻ വേണ്ടി ഇദ്ദേഹം തീരുമാനിക്കുന്നതും അവിടേക്ക് പോയതും എന്നാണ് വിവരം. മകളെയും കുടുംബത്തെയും കാണാനുള്ള ആഗ്രഹത്തിലാണ് മോഹനനും ഭാര്യയും കഴിഞ്ഞ മാസം സന്ദർശക വിസയിൽ UK-യിലേക്ക് എത്തുന്നത്. മോഹനനും ഭാര്യയും ട്രാവൽ ഇൻഷുറൻസ് ഇല്ലാതെയാണ് UK-യിൽ എത്തിയത് എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന സൂചന. അതിനാൽ തന്നെ ആശുപത്രി ചെലവും മറ്റുമായി ഭീമമായിട്ടുള്ള തുകയുടെ ബില്ല് അടയ്ക്കേണ്ടി വരുമെന്നുള്ള സാഹചര്യമാണ് ഉള്ളത് എന്നും ഇത് സംബന്ധിച്ച് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. വിസിറ്റിംഗ് വിസയിൽ വരുന്നവർക്കുള്ള ചികിത്സാ നിയമങ്ങൾ NHS കർശനമാക്കിയതിനാൽ ആശുപത്രിയിൽ നിന്നും ഭീമമായ ബില്ല് വരുമെന്നുള്ള ആശങ്ക കുടുംബത്തിന് നിലവിലുണ്ട്. മൃതദേഹം റോയൽ സ്റ്റോക്ക് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തേടി തന്നെയായിരുന്നു മോഹനന്റെ മകളും ഭർത്താവും ഒക്കെ അവിടേക്ക് UK-യിലേക്ക് പോയത്. രമ്യയും ഭർത്താവ് ശിവരാമനും ഏക മകനും കൂടെയായിരുന്നു UK-യിലേക്ക് എത്തിയത്. പക്ഷേ ജോലിയിൽ പ്രവേശിച്ചതിന് പിന്നാലെ ശിവരാമന് രോഗമുണ്ടായി. ഇതിനാൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടു എന്നാണ് വിവരം. ഭർത്താവിനെയും മകനെയും വീട്ടിലാക്കി ജോലിക്ക് പോകാൻ രമ്യ ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പലപ്പോഴും അയൽ വീടുകളിൽ മകനെ ആക്കിയിട്ടൊക്കെയാണ് രമ്യ പിന്നീട് ഡ്യൂട്ടിക്ക് പോയിരുന്നത്. അവധി ദിവസങ്ങളിൽ കേക്ക് ഉണ്ടാക്കി വിറ്റും സുഹൃത്തുക്കളോടും കടം വാങ്ങിയും ഒക്കെയായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം. രമ്യ PR-ന് അപേക്ഷിക്കാനുള്ള പണം കണ്ടെത്തിയതൊക്കെ ഇത്തരത്തിലാണ് എന്നാണ് പിന്നീട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മാതാപിതാക്കൾ എത്തിയതോടെ ആശ്വാസമായെങ്കിലും അപ്രതീക്ഷിതമായിട്ടാണ് തൻ്റെ പിതാവിനൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള വേദന ഇപ്പോൾ രമ്യയെ തീറ്റിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതേസമയം മറ്റൊരു പ്രവാസി മലയാളിയുടെ ഒരു മരണവാർത്ത കൂടെ ഇന്ന് രാവിലെ തന്നെ നമ്മൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് പ്രവാസി മലയാളിയായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം കിഴക്കൻ പ്രവിശ്യയിലെ അൽക്കോബറയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്നാണ് വിവരം. കണ്ണൂർ മുണ്ടയാട് സ്വദേശി നന്ദനം വീട്ടിൽ ഉന്മേഷ് ഇടവൻ പുലിയച്ചെറിയത്താണ് മരണപ്പെട്ടത്. അൽക്കോബറിലെ വാട്ടർ കമ്പനിയിൽ വാച്ച്മാനായി ജോലി ചെയ്തു വരികയായിരുന്നു ഇദ്ദേഹം. ജോലി സ്ഥലത്ത് ഉന്മേഷിനെ ടാങ്കർ ലോറി ഇടിച്ചാണ് അപകടം ഉണ്ടായത്. 8 മാസം മുൻപ് നാട്ടിൽ നിന്നും തൊഴിൽ തേടി സൗദിയിൽ എത്തിയിട്ടുള്ള ഉന്മേഷ് ജോലിയിൽ തുടരാൻ താല്പര്യമില്ലാത്തതിനാൽ നാട്ടിലേക്ക് തിരികെ മടങ്ങാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് സംഭവം. എന്തായാലും സംഭവത്തിൽ പോലീസ് സ്ഥലത്തെത്തി കേസെടുത്ത് നടപടികളൊക്കെ സ്വീകരിച്ചു എന്നാണ് റിപ്പോർട്ട്. മൃതദേഹം ദമാം സെൻട്രൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ലോക കേരള സഭാംഗവും സാമൂഹിക പ്രവർത്തകനുമായിട്ടുള്ള നാസ് വക്കത്തിന്റെ നേതൃത്വത്തിൽ നിയമ നടപടികളൊക്കെ പുരോഗമിക്കുകയാണ് എന്നാണ് രാവിലെ തന്നെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയത്. മൃതദേഹം നാട്ടിലെത്തിച്ച് പിന്നീട് സംസ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്.